മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിലെ എത്രയും സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. ഈശോയെ കൂടുതലായിട്ട് അറിയാനും സ്നേഹിക്കാനും ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ദിവസം സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. ഇന്ന് ഈ ദിവസത്തിലൂടെ ഈ ഒരു വചന ശ്രവണത്തിലൂടെ പരിശുദ്ധ അമ്മ ധാരാളമായി നമ്മളിൽ മധ്യസ്ഥം വഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതിനോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ സഹായം തേടിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഒന്ന് ചേർന്ന് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ പരിശുദ്ധ അമ്മയോട് സഹായം അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് യാചിക്കാം. കാരണം വചനം കൂടുതൽ ഗ്രഹിക്കാനും കൂടുതൽ അറിയാനും പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് പ്രത്യേകം അപേക്ഷിക്കാം. അതുപോലെ വചനം കേൾക്കുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ഈ വചന വിചിന്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകം ഒരു നിയോഗം നമുക്ക് വെക്കാം. അതായത് ഏതെങ്കിലും തരത്തിൽ അവഗണിക്കപ്പെട്ടിട്ടുള്ളവർ നമ്മളുടെ കൂടെയുണ്ടെങ്കിൽ, നിഷേധിച്ച് മാറ്റി നിർത്തി പരിഗണിക്കാതെ ഒക്കെ പോകുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ മനസ്സിലൊന്ന് കൊണ്ടുവരാം. ഏത് തരത്തിൽ പെരുമാറിയാൽ അവരെ വീണ്ടെടുക്കാം എന്നുള്ളൊരു ചിന്ത ഉള്ളിലുണ്ടാകട്ടെ. അതിന് ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനം കേൾക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങളാണ്. നമ്മൾ വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. പ്രിയമുള്ളവരെ, നമ്മൾ പലതവണ വായിച്ചു കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണിത്. ഈശോനാഥൻ വന്നിട്ടുള്ളത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്.
ടു സെർവ് ആണ്, നോട്ട് ടു ബി സെർവ്ഡ് എന്ന രീതിയിലുള്ളൊരു ടേം നമ്മൾ പലയിടത്ത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വചനഭാഗം ഇന്ന് ചിന്തിച്ച് ഗുഡ്നസ് ടി വിയിലൂടെ പ്രഭാത വിരുന്നിലൂടെ പങ്കുവെക്കാനുള്ളൊരു കാരണം, ഇത് കുറച്ചധികം നാൾ മുമ്പ് ഒരു പത്രവാർത്തയിലൂടെ കണ്ട ഒരു വചനം, ഒരു വാർത്ത, അത് അന്ന് നോട്ട് ചെയ്ത് വെച്ച ഒരു കാര്യമാണ്. ഈ വാർത്ത പത്രത്തിൽ വായിക്കുന്നത് 25/8/2022 അതായത് കുറച്ച് വർഷം പഴക്കമുണ്ട്. എങ്കിലും അന്നത്തെ പത്രവായനയിൽ ഈ ഒരു വാർത്ത, അതേ പത്രത്തിൽ തന്നെ 2 വാർത്തകൾ ആകർഷകമായിരുന്നത് കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു വെച്ച് ഒന്ന് എഴുതി വച്ചിരുന്നതാണ്. അത് വളരെ ഒരു വിഭിന്നമായ ചിന്താഗതികളുള്ള 2 വാർത്തകൾ, പക്ഷെ രണ്ടിൻ്റെയും പശ്ചാത്തലം ഏകദേശം ഒന്നാണ്. അതിൽ ഒന്നാമത്തെ വാർത്ത ഇങ്ങനെയാണ്, അതിൻ്റെ ചുരുങ്ങിയ ഒരു രൂപം മാത്രമേ നിങ്ങളോട് പങ്കിടുന്നുള്ളൂ. ഇത് സംഭവിക്കുന്ന കോട്ടയത്താണ്. പക്ഷെ ഇതിനെ കുറച്ച് വിവരണങ്ങളൊക്കെ ഉണ്ട്. കോട്ടയത്ത് എവിടെയാണ്, പൈസ് മൗണ്ട് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത്, അങ്ങനെ കുറച്ച് വിവരണങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു ചേടത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. ആ ചേടത്തിയുടെ പ്രത്യേകത, ആ ചേടത്തി എല്ലാ ദിവസവും 12 കിലോമീറ്റർ നടക്കും. വെറുതെ ശരീരവ്യായാമത്തിന് നടക്കാൻ പോകുന്നതല്ല. അവരുടെ അപ്പനും അമ്മയും, ഈ ചേടത്തിയുടെ പേര് ഓമന തോമസ് എന്നാണ്, അവരെ കെട്ടിച്ചു വിട്ടേക്കുന്ന വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് 12 കിലോമീറ്റർ ദൂരമുണ്ട്. അത് വെറും റോഡല്ല, കുറച്ച് മലയും ചെറിയ കുന്നും ഒക്കെ ഉള്ള ഒരു ദുസ്സഹമായിട്ടുള്ള ഒരു യാത്ര. അത് നടന്ന് തന്നെ പോകേണ്ടി വരും. അപ്പോൾ ഇവരെല്ലാ ദിവസവും കെട്ടിച്ച വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വരുന്നത് 12 കിലോമീറ്റർ നടന്നാണ്. എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ അപ്പനും അമ്മയ്ക്കും പിന്നെ ഒരു സഹോദരനും കൂടിയുണ്ട്. അവർക്ക് രാവിലെയും ഉച്ചക്കും രാത്രിയും കഴിക്കാനുള്ള ഭക്ഷണവും റെഡിയാക്കിക്കൊണ്ടാണ് ഇത്രയും ദൂരം ഒരു ദിവസം 12 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത്. വളരെ അതിശയകരമായിട്ട് തോന്നി. അതേപോലെ തന്നെ അവരുടെ ഇതുവരെയുള്ള കാലയളവിൽ അന്നത്തെ ഇൻ്റർവ്യൂ ചെയ്ത് അദ്ദേഹം പറയുകയുണ്ടായ, ഇതുവരെ അവരേകദേശം 63,000 കിലോമീറ്റർ നടന്നിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. എന്തിനു വേണ്ടിയാണ്? അപ്പനും അമ്മയ്ക്കും സഹോദരനും ഭക്ഷണം വെച്ച് എല്ലാ ദിവസവും കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി മാത്രം 63,000 കിലോമീറ്റർ, ഒരു ദിവസം 12 കിലോമീറ്റർ. പ്രിയമുള്ളവരിൽ വളരെ അതിശയകരമായിട്ട് കണ്ട ഒരു വാർത്തയാണ്. അതിന് കൂടുതൽ അതിശയകരമാകാനുള്ള കാരണം, അന്നേ ദിവസത്തെ വായനയിൽ തന്നെ വേറൊരു വാർത്ത കണ്ടു. അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയപ്പോഴാണ് എത്രയോ ശ്രേഷ്ഠമാണ് ഇത് എന്നും മനസ്സിലായത്. രണ്ടാമത്തെ വാർത്ത ഇതായിരുന്നു. കുന്നുംകുളത്ത്, അത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, ആ സ്ഥലത്ത് സ്വന്തം മകള് എന്തൊക്കെയോ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി സ്വന്തം അമ്മയെ വകവരുത്തിയ ഒരു വാർത്ത അന്ന് തന്നെ കണ്ടു. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി എന്നത് ചുരുക്കി പറയണേണ്, വേറെ വിവരണങ്ങളൊന്നും ഇവിടെ നൽകേണ്ട ആവശ്യമില്ലല്ലോ. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി സ്വന്തം അമ്മയെ ഇല്ലാതാക്കി ഒരു മകള്. അപ്പൊ ഈ 2 വാർത്തകൾ ഒരേ ദിവസം വായിച്ചത് കൊണ്ട് ഇത് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ സ്പർശിച്ചു. അതുകൊണ്ട് ഒന്ന് എഴുതി വെച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ഈ 2 വാർത്തകളിൽ ഏതാണ് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നത്? അല്ലേ? ഈ 2 വാർത്തകളിൽ അച്ഛൻ ആദ്യം പറഞ്ഞ കോട്ടയത്ത് നടന്ന വാർത്ത, രണ്ടാമത് കുന്നുംകുളത്ത് നടന്ന വാർത്ത, ഈ വാർത്തയിൽ ഏതായിരിക്കും നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ച് നമ്മൾ കണ്ണുപടച്ച് നമ്മൾ പറയും ആദ്യത്തെ വാർത്തയാണ്. കാരണം ആ ഒരു മകള് അമ്മയ്ക്കും അപ്പനും സഹോദരനും വേണ്ടി ഒരു ദിവസം നടക്കുന്നത് 12 കിലോമീറ്റർ. എത്ര ശ്രേഷ്ഠമായ കാര്യമാണത്.
നേരെ മറിച്ച് രണ്ടാമത്തെ വാർത്തയിൽ നമ്മൾ കണ്ടത് എന്താണ്? സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി സ്വന്തം അമ്മയെ ഇല്ലാതാക്കുന്നു. അതിനെ നമ്മൾ ആരും വളരെ പോസിറ്റീവായിട്ട് കാണുന്നില്ല. ആ വാർത്ത ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള വാർത്ത നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛൻ ഇന്ന് ഇവിടെ ഈ ഒരു സംഭവം, ഈ രണ്ട് വാർത്തകൾ താരതമ്യം ചെയ്ത് പറഞ്ഞ് നിങ്ങളോട് പങ്കുവെക്കാനുള്ള കാര്യം, എൻ്റെ പ്രിയമുള്ളവരെ, യേശുനാഥൻ പറഞ്ഞ കാര്യമാണ്. ഈശോ വന്നത് ശുശ്രൂഷിക്കാനാണ്. ടു സെർവ് ആണ്. ടു സെർവ്, നോട്ട് ടു ബി സെർവ്ഡ്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ് ഈശോ വന്നത്. ഇപ്പൊ നമ്മൾ ഇന്ന് ഈ വായന വായിച്ച് ഈ രണ്ട് വാർത്തകൾ കണ്ട് നമ്മളൊന്ന് വിചിന്തനം ചെയ്യുമ്പോഴേക്കും നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ, പ്രിയമുള്ളവരെ, വളരെ സുഖ ദുഃഖ സമ്മിശ്രമാണ് കുടുംബജീവിതം, അല്ലേ? സുഖം മാത്രമല്ല നമുക്കുള്ളത്, ദുഃഖങ്ങൾ മാത്രമല്ല, എല്ലാം മിക്സ്ഡ് ആണ്. എല്ലാം മിക്സ്ഡ് ആണ്. അങ്ങനെ നമ്മൾ കുടുംബജീവിതം കടന്നു പോകുമ്പോഴേക്കും ഈ ഒരൊറ്റ വാക്യം, ടു സെർവ്, ശുശ്രൂഷിക്കുക, അതിനേക്കാൾ ഉപരിയല്ല ശുശ്രൂഷിക്കപ്പെടുക എന്നുള്ള കാര്യം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇത് നമ്മൾ കുടുംബത്തിലൊക്കെ പ്രാവർത്തികമാക്കിയാൽ നമ്മൾക്ക് കുറേയൊക്കെ ലൈഫ് കുറേയൊക്കെ നമുക്ക് ഈസി ആയിട്ട് തോന്നും. അതായത് വലിയ ഭാരമൊന്നുമില്ലാതെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും ഇത് വളരെ നല്ലൊരു കുടുംബത്തിന് വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു സൂത്രവാക്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ടു സെർവ്, ശുശ്രൂഷിക്കുക. അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അച്ഛൻ ഈ പറഞ്ഞ രണ്ട് വാർത്തകൾ നമ്മൾ അങ്ങനെ അതൊന്ന് താരതമ്യം ചെയ്ത് പഠനം ചെയ്ത് നോക്കുമ്പോഴേക്കും എത്രയോ ശ്രേഷ്ഠവും എത്രയോ നമ്മുടെ നെറ്റി ചുളുക്കുന്ന വാർത്തയുമാണ് രണ്ടിനെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴേക്കും. രണ്ടാമത്തെ വാർത്ത കേട്ടാൽ നമ്മൾ വിചാരിക്കും ഇങ്ങനെയും മക്കളുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഇത് വാർത്തകളൊക്കെ കേൾക്കുമ്പോഴേക്കും നമുക്ക് കൊള്ളാം. പക്ഷെ ഇതേപോലെ എത്രയോ സംഭവങ്ങൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നടക്കുന്നുണ്ട്, അല്ലേ? സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടിയും അല്ലാതെയുമൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ മുൻഗണനയിൽ ആരെയും പരിഗണിക്കാതെ, ആരെയും ശുശ്രൂഷിക്കാതെ നമ്മൾ നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈശോ പഠിപ്പിച്ച കാര്യം എന്തെന്നതാണ്? ശുശ്രൂഷിക്കുക എന്നത് മാത്രമാണ്. ഞാൻ വന്നതും അതിനു വേണ്ടി മാത്രമാണ്. അല്ലാതെ ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല, നോട്ട് ടു ബി സെർവ്ഡ് അല്ല, ടു സെർവ്ഡ് ആണ്, ശുശ്രൂഷിക്കാനായി. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പരിചയമുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ളൊരു സംസാരം, ഇതേപോലെ ഉള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ. പ്രശ്നം സാമ്പത്തികമാണ്. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോപ്പർട്ടി അധികമുള്ളത് കൊണ്ടുള്ള പ്രശ്നമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത്തിരി പ്രോപ്പർട്ടി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് അച്ഛൻ അവരോട് പറയാൻ തോന്നിയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് സുഖകരമായിട്ട് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രോപ്പർട്ടിയെക്കുറിച്ച് നമ്മൾ തർക്കിച്ച് അത് മേടിച്ച് കയ്യിൽ വെച്ചില്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിനെക്കുറിച്ച് ടെൻഷനാകുകയും പിന്നെ അത് നേടിയെടുക്കാനുള്ള വളയാത്തതുമായിട്ടുള്ള വഴികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടി വരുന്നത് വളരെ വളരെ സങ്കടകരമായിട്ടുള്ള ചില വാർത്തയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ സാമ്പത്തികമായിട്ടുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ അത് അധികമായിട്ടുള്ള ചില കുടുംബങ്ങളിലും പ്രശ്നമാണ്. എങ്ങനെ ഇതാർക്ക്, മറ്റേതാർക്ക്, ഇതാർക്ക്, അവിടെ കിടക്കുന്നതാർക്ക്, ഇവിടെ കിടക്കുന്നതാർക്ക്, ഇതെങ്ങനെയൊക്കെയാണ് മുറിക്കുന്നത്, ഭയങ്കര പ്രശ്നമാണ്.
സഹോദരങ്ങൾ തമ്മിൽ, ബ്ലഡ് റിലേഷൻ, സഹോദരങ്ങൾ, സ്വന്തം സഹോദരങ്ങൾ സഹോദരിമാരൊക്കെ തമ്മിലുള്ള വിഷയങ്ങൾ. അപ്പം എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു വചന വിചിന്തനം ചെയ്യുമ്പോഴേക്ക് നമുക്ക് വളരെ കാര്യമായിട്ട് ചിന്തിക്കാം. ഈശോ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ അത് നമ്മൾ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കാനാണ്, അല്ലാതെ ശുശ്രൂഷിക്കപ്പെടാനായിട്ടല്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഏറ്റവും നല്ല രീതിയിൽ ഞാൻ ആയിരിക്കുന്നിടത്ത്, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ ബിസിനസ് സംബന്ധമായ ഇടങ്ങളിൽ ഞാൻ ആരെ കാണുന്നുവോ, ആരോട് സംസാരിക്കുന്നുവോ, എൻ്റെ കുടുംബത്തിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുവോ അതെല്ലാം ഈ ഒരു ഈശോയുടെ ചിന്തയോടുകൂടി ചെയ്താൽ അത് വളരെ അനുഗ്രഹീതമാവും. എല്ലാവരാലും അഭിനന്ദിക്കപ്പെടുന്ന തരത്തിലുള്ള ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകും. അതിന് ഈശോ ധാരാളമായി സമർത്ഥമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഈശോയില് സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ചേർന്ന് ത്രിയേക ദൈവത്തിൻ്റെ ശക്തിപ്പെടലിന് വേണ്ടിയും ബലപ്പെടലിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് സ്വർഗത്തിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ നമ്മളിലുണ്ടാകാൻ വേണ്ടി, സ്വർഗത്തിലെ എല്ലാ വിശുദ്ധന്മാരുടെയും വിശുദ്ധമാരുടെയും മാധ്യസ്ഥം, മാലാഖമാരുടെ സംരക്ഷണം, അതോടൊപ്പം നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥ, നമ്മുടെ നാമത്തിലെ മധ്യസ്ഥ എന്നിവരുടെ വിശുദ്ധരുടെയൊക്കെ പ്രത്യേകമായ സഹായം നമ്മുടെ എല്ലാവരും മേൽ സമർത്ഥമായിട്ടുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെല്ലാവരും വിളിക്കപ്പെട്ടത് സർവശക്തനായ ദൈവത്തെ പോലെയും ഈശോ തമ്പുരാനെ പോലെയും എല്ലാ വിശുദ്ധന്മാരെ പോലെയും ഒക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്, ശുശ്രൂഷിക്കപ്പെടാനല്ല എന്നുള്ള ഉൾക്കാഴ്ച ബോധ്യം ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങ് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. മെല്ലെ അവനോടായി നാഥനോദി, മകനേ നിന്നാശയതെന്തെന്നു ചൊല്ലു, ശങ്കയേഴാതെ നിൻ സങ്കടം ചൊല്ലു. മകനേ
മകനെ നിന്നാശയമെന്തെന്നു ചൊല്ലു, ശങ്കയേഴാതെ നിൻ സങ്കടം ചൊല്ലു. ബെത്സയിദാ കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. ഒരു നാൾ അവനരികിൽ യേശുവെത്തി. ഗുരുവേ, കഷ്ടതയാർന്നൊരു ദിനമിതിൽ ആഴമോടിളകുന്ന ജലമോലും കുളമിതിൽ. ഗുരുവേ, കഷ്ടതയാർന്നൊരു ദിനമിതിൽ ആഴമോടിളകുന്ന ജലമോലും കുളമിതിൽ. കൈപിടിച്ചെന്നെ നടത്തുവാനാരുള്ളു, സദയം നാഥാനി കനിവാകണേ. സദയം നാഥാനി കനിവാകണേ. ബെത്സയിദാ കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. മകനെ നീ ബലപ്പെടൂ, ഞാനുണ്ടു കൂടെ. നിൻ കിടക്കയുമേന്തി നീ ഭവനത്തിൽ ചെല്ലു. മകനെ നീ ബലപ്പെടൂ, ഞാനുണ്ടു കൂടെ. നിൻ കിടക്കയുമേന്തി നീ ഭവനത്തിൽ ചെല്ലു. എൻ സാക്ഷിയായി നീ എന്നെന്നും നിലകൊള്ളു. എന്നാത്മശിഷ്യനായി നീ മാറിടൂ. എന്നാത്മശിഷ്യനായി നീ മാറിടൂ. ബെത്സയിദാ കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. ഒരു നാൾ അവനരികിൽ യേശുവെത്തി. താഴ്മയോടെപ്പോഴും ഞാനേറ്റു ചൊല്ലുന്നു, യേശുവേ രക്ഷകാ നീയാണു നാഥൻ. താഴ്മയോടെപ്പോഴും ഞാനേറ്റു ചൊല്ലുന്നു, യേശുവേ രക്ഷകാ നീയാണു നാഥൻ. നിന്നിലെന്നാശ്രയം, നീ മാത്രമാലംബം. ദൈവമേ നിൻ സ്തുതി ഞാനേറ്റുപാടാം. ദൈവമേ നിൻ സ്തുതി ഞാനേറ്റുപാടാം. ബെത്സയിദാ കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. ഒരു നാൾ അവനരികിൽ യേശുവെത്തി.
യേശുവെത്തി. സ്നേഹമുള്ളവരെ, നമുക്കൊന്നു ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പിതാവിനോടും അതുപോലെ തന്നെ എല്ലാ കാർഡിനാൾമാർ, എല്ലാ മെത്രാന്മാർ, സന്യാസികൾ, അതുപോലെ അൽമായ വിശ്വാസികൾ എല്ലാവരോടും ചേർന്ന് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഇത് വളരെ കൃപയുടെ നിമിഷമായിട്ട് മാറും. പ്രത്യേകിച്ച് ഇന്നൊരു ദിവസം ഈശോ സമൃദ്ധമായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയിൽ ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് പരസ്പരം ജപമാലയിലൂടെ, ജപമാല കൂടാരത്തിൽ പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട്. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലൂടെയും ജപമാലയിലൂടെയും ഈ പ്രഭാത വിരുന്നിലൂടെയും ഗുഡ്നസ് ടിവിയിലൂടെയും ഒന്ന് ചേർന്ന് പ്രാർത്ഥന ശക്തിപ്പെട്ടു പോകാം. അതിന് സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.